തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഇന്ന് തൃശൂരിലെത്തും. തൃശൂർ ജില്ലാ കളക്ടറും ഉന്നത ഉദ്യോഗസ്ഥരുമായി നടക്കുന്ന യോഗത്തിന് ശേഷം അദ്ദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി പരിക്കേറ്റ ആളുകളെ സന്ദർശിക്കും. തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു. ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ എത്തുന്ന സമയം എപ്പോഴാണ്, എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ? വെരി ഗുഡ് മോർണിംഗ്. രാവിലെ ഒരു 9:30 മണിയോടുകൂടി കൊച്ചിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മുടെ പ്രതിനിധികൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. എന്തായാലും രാമനിലയത്തിലായിരിക്കും ആ ഒരു യോഗം നടക്കുക. അത് ഒരു 11:30 മണിയോടുകൂടി കമ്മീഷണറും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗത്തിലുണ്ടാകും. ഒരു പ്രാഥമികമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്ക് കൈമാറും. ഇതൊരു പ്രാഥമികമായ പരിശോധന മാത്രമാണ്. അതിനുശേഷം എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 2 പേരെ അദ്ദേഹം സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി അവിടെയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കും. അവരുടെ ബന്ധുക്കളോട് കാര്യങ്ങൾ ആരായും. അതിനുശേഷം ആയിരിക്കും മുണ്ടത്തിക്കോട്ടെ ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തുക. അവിടെ ദുരന്തബാധിതർ മാത്രമല്ല, ഈ തൊട്ടടുത്ത് വീടുകൾക്ക് കേടുപാട് സംഭവിച്ച അയൽവാസികൾ അടക്കമുള്ള ആളുകളുണ്ട്. ആ മേഖലയിലുള്ള ആളുകളെയൊക്കെ അദ്ദേഹം അവിടെ വെച്ച് കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ചിലരെയും കാണാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആ പ്രദേശത്ത് തന്നെ കുറേ 3-4 പേർ ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്നുണ്ട്. അവരെ തന്നെ ആദ്യം നേരിൽ കണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശേഷം അദ്ദേഹം ഇനി എന്നാണ് തിരിച്ച് തൃശ്ശൂരിലേക്ക് വന്ന് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ മൊഴി രേഖപ്പെടുത്തുന്നതെന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുമെന്നാണ് അറിയുന്നത്. എന്തായാലും ഒരു പ്രാഥമികമായ പരിശോധനയ്ക്ക് വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.